വെള്ളിയാഴ്ച രാവും റമളാൻ 27-ാം രാവും ഒരുമിച്ചെത്തി വിശ്വാസി ലക്ഷങ്ങൾ സ്വലാത്ത് നഗറിൽ സംഗമിച്ചു. റമളാൻ 27-ാം രാവിന്റെ പുണ്യം തേടി വിശ്വാസി ലക്ഷങ്ങൾ സ്വലാത്ത് നഗറിൽ ഒഴുകിയെത്തി. 27-ാം രാവിൽ മക്ക മദീന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനാ നഗരിയാണ് സ്വലാത്ത് നഗർ. മാസം തോറും നടത്തിവരാറുള്ള സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം കൂടിയാണിത്. വെള്ളിയാഴ്ച രാവും 27-ാം രാവും ഒരുമിച്ചെത്തിയത് വിശ്വാസികൾക്ക് ഏറെ ആത്മസംതൃപ്തിയേകി. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ ചെറുസംഘങ്ങളായി സ്വലാത്ത് നഗറിലേക്ക് ഒഴുകിയിരുന്നു. പ്രഭാതം മുതൽ തന്നെ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ വിവിധ ആത്മീയ സദസ്സുകൾ നടന്നു. ഉച്ചയ്ക്ക് 1 മുതൽ നടന്ന അസ്മാഉൽ ബദ്രീൻ മജ്ലിസോടെ പരിപാടികൾക്ക് തുടക്കമായി. വൈകുന്നേരത്തോടെ പ്രധാന ഗ്രൗണ്ടും മഅദിൻ ഗ്രാൻഡ് മസ്ജിദും നിറഞ്ഞു കവിഞ്ഞു. തുടർന്ന് 1 ലക്ഷം പേർ സംബന്ധിച്ച മെഗാ ഇഫ്താർ നടന്നു. മഗ്രിബ്, ഇശാഹ്, അവാബിൻ, തസ്ബീഹ്, തറാവീഹ്, വിത്ർ നിസ്കാരങ്ങൾക്ക് പ്രധാന വേദികളിലും ഗ്രാൻഡ് മസ്ജിദുകളിലും വിവിധ ഓഡിറ്റോറിയങ്ങളിലും നടന്നു. രാത്രി 9-ന് സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബക്കാഫി തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടെ സമാപന പരിപാടികൾക്ക് തുടക്കമായി. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മഅദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പ്രതിജ്ഞയ്ക്കും സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെ ഉപബോധം നടത്തി മഹാസംഗമത്തിലേക്ക് ഒഴുകിയെത്തിയ വിശ്വാസി സമൂഹത്തെ സ്വീകരിക്കാനായി മഅദിൻ അക്കാദമി പൂർണ്ണ സജ്ജമാക്കിയിരുന്നു. ജില്ലാ ഭരണത്തിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹകരണത്തോടെ 5555 അംഗ വോളണ്ടിയർ കോറിൽ പ്രവർത്തനം നിസ്തുലമായി. മലബാർ ടൈംസ്, മലപ്പുറം.